ഇന്ന് നമ്മൾക്ക് ഒരു തൈര് പപ്പടം കണ്ടാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. നമുക്ക് ഒട്ടും ടൈമില്ലാത്ത സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പം നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് കൊച്ചുള്ളി എടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ പച്ചമുളക് എടുത്ത് ഒന്ന് ചതച്ചെടുക്കുക. അരക്കരുത്, മിക്സിയിലിട്ട് അതിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാവോ. ഇങ്ങനെ അരഞ്ഞു പോകരുത്. അത് ഈ ഒരു രീതിയിൽ നന്നായിട്ട് അതൊന്ന് ചതച്ച് തന്നെ എടുക്കുക. അതിനുശേഷം ഇത് നമ്മളൊരു ബൗളിലേക്ക് മാറ്റി. ഇത് ശ്രദ്ധിക്കണം, മുളക് നിങ്ങളുടെ എരിയുടെ അനുസരിച്ചിട്ട് മുളക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തൈര്, നല്ല കട്ട തൈര് തന്നെ ഒഴിച്ചു കൊടുക്കണം. എൻ്റെ കയ്യിൽ കട്ട തൈര് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചമോരും കൂടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പം ഞാൻ കട്ട തൈര് തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അതിനുശേഷം നമ്മൾ കടുക് താളിക്കുക. അതിന് വേണ്ടി നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞത്, അതുപോലെ തന്നെ നമ്മൾ പറ്റിരമുളക്, ക്രഷ്ഡ് മുളകാണ്. അപ്പോൾ അതും സ്പൈസസിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം നമ്മളിത് വെളിച്ചെണ്ണയിൽ ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തതിന് ശേഷം കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ടൈമിൽ വേണം നമ്മൾ പപ്പടം, ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ആഡ് ചെയ്ത് കൊടുക്കാൻ. പപ്പടം കൂടി പൊടിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എത്രത്തോളം ഇടുന്നു അത്രത്തോളം ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 5-6 പീസോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പപ്പടം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് അത് തണുത്തതിന് ശേഷം മാറ്റി വെച്ച്, ഗ്യാസിൽ ചൂടാക്കരുത്, മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന ആ തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് ഒന്ന് നിങ്ങൾ ഉപ്പ് നോക്കുക. പപ്പടത്തിന് ഉപ്പൊക്കെ ഉണ്ടല്ലോ, അതനുസരിച്ചിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വേണം പിന്നീട് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പം നല്ല ടേസ്റ്റായ ഡിഷാണ്. പിന്നെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുളക് പച്ചമുളകും പറ്റിലുമുളകും ഒക്കെ ഇടുന്നത് കൊണ്ട് എരിയുടെ ഇത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. എനിക്ക് ഇത്തിരി എരി കൂടിപ്പോയി. പിന്നെ നമ്മൾ തൈര് എക്സ്ട്രാ പിന്നെ ആഡ് ചെയ്ത് നമ്മുടെ ഒരു കൺസിസ്റ്റൻസിയിൽ അത് ആക്കിയെടുത്തതാണ്. അപ്പം നിങ്ങൾ മുളക് ആഡ് ചെയ്ത് കൊടുക്കുമ്പം അതനുസരിച്ചിട്ട് പച്ചമുളകും വറ്റൽമുളകും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ലൊരു ഇതാണ്. അപ്പം അത് എരി കുറച്ച് വേണ്ടവർ എരി കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. എനിക്ക് ഇച്ചിരി ഉപ്പും കൂടി വേണ്ടി വന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി പിന്നെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം നിങ്ങളും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് പിന്നീട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പപ്പടത്തിന് ഓൾറെഡി ഉപ്പുണ്ടല്ലോ, അതനുസരിച്ചിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.